കോൺസേർട്ട് തുടങ്ങി ഒന്ന് ചൂടായി, ഓഡിയൻസ് നമ്മളോട് കൂടി, നടുക്കെത്തുമ്പോൾ ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മ്യൂസിക്കിനെ കാണുന്നത്. എൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് എക്സ്പ്രഷൻ പോലെയാണ് കാണുന്നത്. കമ്പോസിഷൻ്റെ നമ്മൾ ഈ ഓരോ ക്യാരക്ടറല്ലേ, ചിലപ്പോൾ ഓരോ OCD അല്ലെങ്കിൽ പെർഫെക്ഷനിസം എന്നൊക്കെ പറയുന്നത് കുറച്ച് ചില സമയത്ത് അതൊരു ബാധ്യതയാവാറുണ്ട്. ഞാൻ ബാത്റൂമിൻ്റെ അകത്തൊക്കെ കീബോർഡ് കൊണ്ടുവച്ച് അടച്ച് പ്രാക്ടീസ് ചെയ്യും, അല്ലേ? എല്ലാം മടുക്കും മനുഷ്യന്, മൊണോട്ടണി ഈസ് ആൻ ഇഷ്യൂ. അപ്പോൾ കമ്പോസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഞാൻ ആ ഒരു പ്രഷറൊന്നും എനിക്ക് പറ്റൂലെന്ന് തോന്നുന്നു. ഞാൻ ചിലപ്പോൾ ലോലഹൃദയനാണ്. നമസ്കാരം, സ്വാഗതം. ഇന്ന് മിസ്ഫിറ്റ്സിൽ എൻ്റെ കൂടെ ഉള്ളത് ജോബ് കുര്യൻ. കൂടുതൽ വിശേഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല, നമ്മളുടെ സ്വന്തം ജോബേട്ട്. ജോബേട്ടാ, ഏറ്റവും ആദ്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എപ്പോഴാണ്? സന്തോഷം കിട്ടുന്ന പരിപാടിയാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബീങ് ഓൺ സ്റ്റേജ്, ഷോയുടെ നടുക്ക് ചില പോയിന്റ്സ് ഉണ്ട്, നമുക്ക് യു ഫീൽ അറ്റ് ഹോം. ആ ഒരു മൊമെൻ്റാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നൊരു. കോൺസേർട്ട് തുടങ്ങി ഒന്ന് ചൂടായി, ഓഡിയൻസ് നമ്മളോട് കൂടി, നടുക്കെത്തുമ്പോൾ ഒരു മൊമെൻ്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ കോൺവെർസേഷൻ, മ്യൂസിക്കൽ. അപ്പോൾ അത് ഒരു വളരെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് മൊമെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഏറ്റവും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ കയറി പോകും. അപ്പോൾ ആ ഒരു അഫെക്ഷനും ആ ഒരു മൊമെൻ്റാണ് ജീവിക്കുന്നത്. ജോബേട്ടൻ ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബേട്ടൻ അത് അങ്ങനെ പറയണോ എന്നൊന്നും പോലും ചോദിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജോബേട്ടൻ്റെ ഓരോ പാട്ടെടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണ് ജീവിതത്തിൽ ഇത്രയും താങ്ക്ഫുൾ ആവണം എന്നുള്ള തീരുമാനവും തോന്നലും ഒക്കെ ഉണ്ടാകും? കാരണം അത് ആവണമല്ലോ, നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡൽ ആസ്പെക്റ്റ് വേണ്ടേ ജീവിതത്തിൽ എന്നുള്ളത്. കാര്യം നമ്മൾ ചുമ്മാ ജീവിച്ചു പോകുമല്ലോ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മൊമെൻറ്റ്സിൽ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാതെ നമുക്കൊരു മുന്നോട്ട് ഒരു വഴിയില്ല ആക്ച്വലി. അപ്പോൾ അതെല്ലാം നമ്മൾ ഓർത്ത് അങ്ങനെ എല്ലാം ഓർത്ത് നിൽക്കും എന്ന് ഞാൻ അങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയുന്നില്ല. പക്ഷെ എന്നാലും എന്നെ അത് തട്ടാതെ പോകത്തില്ല. കാരണം നമ്മൾ ഓരോ വഴിയും മറക്കരുതെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ബേസിക്. ഇപ്പം നമ്മുടെ ജീവിതം നമ്മൾ ഇത്രയും കാലം എന്നൊക്കെ തിരക്കിടല്ലാതെ തട്ടുമുട്ടും ഇല്ലാതെ പോയില്ലേ. അപ്പം അതിനൊക്കെ ഒരു റീസൺ ഉണ്ടല്ലോ പുറകിൽ, കുറേ പേരുടെ എഫേർട്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു നമ്മുടെ എന്താ പറയുക, ഫാദേഴ്സ്, നേരത്തെ ജനറേഷൻസ്, എല്ലാവർക്കും അതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇന്ന് നമുക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരുടെ ഫാദർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, അങ്ങനെ ഞാൻ ഐ ചെറിഷ് സച്ച് വാല്യൂസ്. ഓരോ പാട്ടിലും എനിക്ക് തോന്നുന്നത് അതിൻ്റെ അത് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മ്യൂസിക് വഴിയാണ്. എനിക്ക് നമുക്കിത് ഇപ്പോൾ പറയുന്ന ഇതിനേക്കാളും നന്നായിരിക്കും അത് മ്യൂസിക്കിലൂടെ പുറത്ത് കൊടുക്കുന്നത്. അത് ഈവൻ അപ്പോൾ അങ്ങനെയാണ് ഞാൻ മ്യൂസിക്കിനെ കാണുന്നത്. എൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് എക്സ്പ്രഷൻ പോലെയാണ് കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഐ ആം താങ്ക്ഫുൾ ടു മെനി, നമ്മുടെ ഒത്തിരി പേര്, കൂട്ടുകാർ ഉൾപ്പെടെ, ഗുരുക്കന്മാർ, എല്ലാവരെയും ഓർക്കാതെ പറ്റത്തില്ലല്ലോ, സത്യം. അല്ലാതെ നമുക്കൊരു മുന്നോട്ടൊരു ജീവിതമില്ല. ഇപ്പം നമ്മൾ പാട്ടിൻ്റെ കാര്യം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ കാര്യം, ഇപ്പോൾ ജോബ് കുര്യൻസ് ലിറ്റിൽ ഹോം അല്ലെ, മൈ ലിറ്റിൽ ഹോം, ആ ഒരു വീട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തും ഇതേ ഒരു എലമെന്റ് ഉണ്ട്. അതെ, ഉറപ്പായിട്ടും. അതേപോലെ ഞങ്ങളുടെ ഫാമിലിയിലൊരു ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ ഒരു സ്റ്റോറി പോലെയാണ് അത്. ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു അന്നത്തെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് വസ്തുവിൻ്റെ ബാക്കിയാണ് നമുക്കൊക്കെ കിട്ടിയത്. അപ്പോൾ അത് ഉറപ്പായിട്ടും താങ്ക്ഫുൾ ആവണ്ടേ. ഇന്ന് നമ്മളൊരു പൈസ മുടക്കിയ കുറച്ച് വസ്തു മേടിക്കുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അത് അവരത് തന്നുകൊണ്ട് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ കാലം എന്ന് പറഞ്ഞ പാട്ടിൽ ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു കൊച്ചളയമ്മ. അപ്പോൾ അതൊക്കെ ഫാദറൊക്കെ പറഞ്ഞ് കേൾക്കുന്ന കഥകളുണ്ടല്ലോ പുറകോട്ടുള്ള തലമുറയെക്കുറിച്ചും. അപ്പോൾ അതൊക്കെ ആസ് മ്യൂസിഷ്യൻ ഞാനായിരിക്കാം ഒരു നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രൊഫഷണലി മ്യൂസിക് ചെയ്യുന്ന ഒരാൾ. ബാക്കിയെല്ലാം ഒത്തിരി പാടുന്ന ആൾക്കാരാണ്, ചിറ്റപ്പന്മാരും ആൻറ്റിമാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു കരിയർ ആക്കിയിട്ട് പോയിട്ടുള്ള ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മ്യൂസിക് കൂടെ ഇതൊക്കെ പറയാമല്ലോ എന്നുള്ള ഒരാശയമാണ്. ആ വീട് കാണാത്തവരുണ്ടെങ്കിൽ കാലവും പുള്ളിയൊക്കെ കണ്ടാൽ ആ വീട് കാണാം. അതെ അതെ അതെ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ജോബേട്ടൻ ഓരോ സാധനങ്ങളും ഹാൻഡ് പിക്ക് ചെയ്താണ്. അതെ അതെ അതെ, ഹാൻഡ് പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് നേരെ പോയി എപ്പോഴും
അത് പോയി എടുത്താനുള്ള പൈസ ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഏറ്റവും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പോയി തപ്പിയെടുക്കും, സെക്കൻഡ്സ് ആയാലും ഭയങ്കര ഇഷ്ടമുള്ള പോലെ. അപ്പോൾ പൈസ വരുന്ന സമയത്ത് അപ്പോൾ തന്നെ പോയി മേടിച്ച് അവിടെ കൊണ്ടുവയ്ക്കും. അവിടെ ഒരു സ്ഥലമില്ല ആ മുറിയിൽ, ആ വീട്ടിൽ. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ കാണും, പ്രോപ്സും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേപോലെ തന്നെ ജോബേട്ടൻ വളരെ ആഗ്രഹിച്ച് മേടിച്ചാണ് പിയാനോ എന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ ജോബേട്ടൻ്റെ ഒരു പാഷൻ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്യുന്നതിനാണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുന്നതിനാണെങ്കിലും, അതുപോലെ തന്നെ ജോബേട്ടൻ്റെ പ്രാക്ടീസ്, ഇപ്പോൾ സംഗീതം എന്നുള്ളൊരു കലയോടുള്ള പാഷൻ ആണെങ്കിലും ജോബേട്ടൻ്റെ ഒരു ഒബ്സഷൻ ഉണ്ട്. അത് പെർഫെക്ഷനിലേക്ക് എത്താനായിട്ടും ഒരു അല്പം എങ്ങനെയാണ് ആ ഒരു പെർഫെക്ഷൻ, അതായത് ആ ഒരു ഒബ്സഷൻ അങ്ങനെയൊക്കെ വരാനുള്ളൊരു ഒബ്സഷൻ്റെ അല്ല, നമ്മൾ ഈ ഓരോ ക്യാരക്ടറല്ലേ ചിലപ്പോൾ ഓരോ OCD അല്ലെങ്കിൽ പെർഫെക്ഷനിസം എന്നൊക്കെ പറയുന്നത് കുറച്ച് ചില സമയത്ത് അതൊരു ബാധ്യതയാവാറുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ഗുണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വർഷങ്ങളിൽ കിട്ടുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെറുതാണെങ്കിലും. പറയുന്നത് എനിക്ക് നമ്മൾ അങ്ങനെ മെനക്കെട്ടിട്ട് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ട് ഒറ്റയടിക്ക് അങ്ങ് ചിലരുണ്ട് ബോൺ ആർട്ടിസ്റ്റ്, എന്ത് ചെയ്താലും അവർക്ക് കുഴപ്പമില്ലാത്ത കലാകാരന്മാരുണ്ട്, പാട്ടുകാരും. അവരെ ഒന്നും ബാധിക്കില്ല, അവർ പ്രാക്ടീസ് ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ വേറെ ഒരു തലത്തിലുള്ള അനുഗ്രഹമാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ അങ്ങനെ ഒരാളല്ല. പക്ഷേ ഉറപ്പായിട്ട് വിത്തൗട്ട് ബ്ലെസ്സിങ് ഓർ ടാലൻറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഐ ട്രൈ ടു ഡെവലപ്പ് ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് മൈ മ്യൂസിക്. അപ്പോൾ അതിൻ്റെതായ പെർഫെക്ഷൻ നോക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മൾ തന്നെ നമ്മളെ ഒത്തിരി എന്താ പറയുക താഴ്ന്ന് കാണും. നമ്മളോട് തന്നെ നമുക്കൊരു ഇൻസെക്യൂർ ആവും, അങ്ങനത്തെ നമ്മളൊന്നും കൊള്ളില്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. അപ്പം പക്ഷെ ഇന്നവേ അത് നമ്മളെ ബെറ്റർ ആക്കാൻ ഒരു തരത്തിൽ സഹായിക്കാറുണ്ട്. ചില സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടും ആവാറുണ്ട്. എല്ലാ കാര്യത്തോടും അങ്ങേറ്റം ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകത്തില്ല. നമുക്ക് മ്യൂച്വലി അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, മ്യൂസീഷ്യൻസ് ആണെങ്കിലും ഫെസ്റ്റിവൽസിന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ജോബേട്ടൻ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത് റൂം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമൊന്നും രാവിലെ. രസമല്ല, പ്രാന്താവും ചിലപ്പോ. നമ്മള് അതൊക്കെ ചില വാൾസ് ഒക്കെ വുഡോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന അപ്പുറത്തെ പണിയാണ്. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര രസമെന്ന് പറഞ്ഞിരിക്കുന്നത് ചുമ്മാ പറഞ്ഞ സ്നേഹം പറഞ്ഞതാ. അല്ല, പക്ഷെ സമയമൊക്കെ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തൊരു ഹോട്ടലിൽ എത്തുന്നു, അന്ന് എത്തുന്നത് എത്ര രാത്രിയായാലും എനിക്ക് എൻ്റെ റൊട്ടീൻ ഉണ്ട്. ചില റൊട്ടീൻസ് അത് തീർക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ അകത്തൊക്കെ കീബോർഡ് കൊണ്ടുവച്ച് അടച്ച് പ്രാക്ടീസ് ചെയ്യും കുറച്ച്. അങ്ങനെ അതാണ് അത്. പ്രാക്ടീസ് ഭയങ്കരമായിട്ട് ഒത്തിരി ചെയ്യുന്നു അങ്ങനെ പറയുന്നല്ല, പക്ഷെ ചില അഡിക്ഷൻ അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചില നല്ല അഡിക്ഷൻസ് ആണ് അത്. അപ്പോൾ അതൊരു നല്ല അഡിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം അത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഇങ്ങനെ ഉണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് സ്റ്റേജിലൊക്കെ ചെല്ലുമ്പോഴേ അപ്പോൾ അത് മുടക്കാൻ പറ്റത്തില്ല. പല്ല് തേക്കുന്ന പോലെ ഒരു ശീലമായി ചില കാര്യങ്ങൾ. അതെന്തായാലും അടുത്ത മുറിയുള്ളവൻ പ്രാകും. ആരായാലും ഹോട്ടലിലെ കംപ്ലൈന്റ് ഒക്കെ US പോയ ഒരു രക്ഷയില്ല. അവർ താഴെ അപ്പോൾ തന്നെ അവർ ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് ഈ ലേറ്റ് നൈറ്റ് നോയ്സ് ഒന്നും അവർക്ക് പറ്റില്ല. അപ്പം തന്നെ വിളി വരും ഹോട്ടലിൽ നിന്ന്, ആസ് എ കംപ്ലൈന്റ് ഗോയിങ്. അപ്പോൾ ഞാൻ പറയും 2 minutes എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ തമാശകളൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ജോബേട്ടൻ്റെ ഈ ഒബ്സഷൻ ടുവേർഡ്സ് മ്യൂസിക് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും മ്യൂസിക് പ്ലേലിസ്റ്റിൽ ഇപ്പോൾ ഇയർ എൻഡ് റാപ്പ് റൗണ്ട് അപ്പ് ഒക്കെ വന്നപ്പോഴേക്കും ഞങ്ങളെല്ലാവരുടെയും പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ടോപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാൾ ജോബേട്ടൻ. ഇപ്പം എൻ്റെയൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷെ എനിക്കറിയേണ്ടത് ജോബേട്ടൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്, ജോബേട്ടൻ കേൾക്കുന്നത്, ജോബേട്ടൻ ഇങ്ങനെ ഈ എന്താ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കൊരു സീസണാണ്. ചില എന്തായാലും ഞാൻ എൻ്റെ പാട്ട് ഞാൻ കേൾക്കത്തില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരും ഫാമിലിയൊക്കെ വയ്ക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, കുഴപ്പമില്ല, ഇനി അവിടെ ശരിയാക്കാമായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. സ്വന്തം പാട്ടുകൾ കേൾക്കുമ്പോഴേ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് എന്തിനാണ് അവിടെ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ വേറെ ഒത്തിരി നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ മാക്സിമം ഞാൻ കേൾക്കാൻ നോക്കാറുള്ളത്. പുറത്തുള്ള ആർട്ടിസ്റ്റുകളായാലും നമ്മുടെ നാട്ടിലുള്ള കേമന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഉറപ്പാണ് ഞാൻ പഴയ പാട്ടുകളുടെ വലിയ ആരാധകനാണ്. ലൈക്ക് പണ്ട് പോലുള്ള പോപ്പ് ആയാലും നമ്മുടെ നാട്ടിലെ സിനിമ, ഇപ്പോൾ
ജോൺസൺ മാസ്റ്റർ പോലെയുള്ള ലെജൻസിൻ്റെ ഒക്കെ അതിങ്ങനെ കയറി വരും പ്ലേലിസ്റ്റിലും. പിന്നെ സ്റ്റിങ്, കോൾപ്ലേ, ബീറ്റിൽസ്, AC/DC, അയൺ മെയ്ഡൻ, ഡീപ് പർപ്പിൾ, അതൊരു വലിയ നിര ഓഫ് നമ്മളുടെ ഇൻസ്പിറേഷൻസ് ഉണ്ട്. പിന്നെ നാട്ടിൽ തന്നെ ഉണ്ട് റാഫി സാബ്, ദാസാറ്, ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. കൈലാഷ് ഖേർ, KK, ശങ്കർ മാധവൻ, ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും നല്ല നമ്മൾ ഇന്ത്യ ആയിട്ടുള്ള വർക്ക്സ് കൂടുതൽ ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോൾ മോർ ദാൻ സിനിമ ഞാൻ കുറച്ച് അങ്ങനത്തെ മ്യൂസിക് കൂടുതൽ കേൾക്കാം. പിന്നെ നാട്ടിലിപ്പം നമ്മുടെ റെക്സാട്ടനുണ്ട്, പുള്ളിയുടെ പാട്ടുകളുണ്ട്, അല്ലെങ്കിൽ അവിയലുണ്ട്. ഒത്തിരി ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ മാറി 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 നീണ്ടു കിടക്കും. അത് എത്ര കൂടുതൽ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വെച്ചാൽ ഏറ്റവും വലിയ ലേണിങ് അപ്പോഴാണ് നടക്കുന്നത്. നമ്മൾ പാട്ടുകൾ കൂടുതൽ കേൾക്കുന്തോറും ഇരുന്ന് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ടെന്നല്ല, പഠിക്കുന്നതോടൊപ്പം തന്നെ ലിസണിങ് ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രയോജനം ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ഭയങ്കര നാരോ മൈൻഡഡ് ആയിട്ട് മാറിപ്പോകും. എല്ലാ ജോണറും കേൾക്കുക എന്നുള്ളൊരു സാധനമില്ല, കേട്ട് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്, നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് എനിക്കൊന്ന് റഹ്മാൻ സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള അതാണ്. അവരുടെ മ്യൂസിക്കിനോടൊപ്പം തന്നെ അത്രയും വേൾഡ് മ്യൂസിക്കിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ജോണറിൽ നമുക്ക് മ്യൂസിക് കിട്ടുന്നത് അല്ലേ. പുള്ളിയുടെയൊക്കെ ഏത് ജോണറിലാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ്സ് ലേണിങ്, ലിസണിങ്ങിൽ നിന്ന് വന്ന ലേണിംഗ് ആണ് അതൊക്കെ. അപ്പോൾ ഞാനൊത്തിരി കേൾക്കും. ഇടയ്ക്ക് കേൾവി മോശമാകുമ്പോഴേക്കും ഞാൻ തന്നെ പർപ്പസ്ഫുള്ളായിട്ടൊരു സോളോ ഡ്രൈവൊക്കെ അടിച്ച് പിന്നെ മാക്സിമം പാട്ടുകൾ ഇന്ന് പിന്നെ കേൾക്കാൻ നമുക്ക് പഞ്ഞില്ലല്ലോ. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, കൂടുതലായിപ്പോയി എല്ലാം. എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് നമുക്കൊരു കാസറ്റോ CD ഒക്കെ കിട്ടിയാൽ അതിനെ നമ്മൾ ഒരു എത്ര ടേപ്പൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് പിന്നെ കളഞ്ഞ് പുതിയ മേടിച്ച് അങ്ങനെ. അപ്പോൾ റിപ്പീറ്റഡ് ലിസണിങ് കൂടുതലായിരുന്നു. അപ്പോൾ ലേണിങ് ഇച്ചിരി കൂടെ സോളിഡായിട്ട് ഓരോ എലിമെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ അകത്ത്. മറ്റേ ഇപ്പോൾ അങ്ങനെ ഒരു പാട്ട് ആൾക്കാർക്ക് ക്ഷമ, നമുക്ക് പെട്ടെന്ന് അടുത്ത ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരല്പം കൂടെ പതുക്കെ കേട്ടാൽ നല്ലതാണെന്ന് തോന്നുന്നു. ഈ ആളുകളുടെ ക്ഷമ എന്ന് പറഞ്ഞതിൻ്റെ അകത്തൊരു സംശയം എനിക്കുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോൾ ചേട്ടനെ പോലെയുള്ള മ്യൂസിക്കിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പൊതുവേ ചോദിക്കാറുള്ള കാര്യമുണ്ട്, നിങ്ങൾ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ഗിയറുകളുണ്ടോ? നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ വീട്ടിൽ സ്പീക്കേഴ്സ് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നോക്കാറുണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ മേടിക്കുന്ന ഗിയറുകൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ കേൾക്കാനായിട്ട് ലേറ്റസ്റ്റ്? ഒരു പ്രൊഫഷണൽ ഇതിലോട്ട് എത്തുന്ന വരെയുള്ള ഗിയർ മേടിക്കലൊക്കെ നമ്മളെല്ലാം മേടിക്കും, സ്പീക്കേഴ്സും മറ്റേ ഇത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കൂടുതൽ ഇച്ചിരി കൂടെ ഒരു ക്ലിനിക്കലായിട്ട് ജഡ്ജ്മെൻറ്റലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ സ്പീക്കേഴ്സ്, മോണിറ്റർ സ്പീക്കേഴ്സ് നല്ലത് വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ, മിക്സിൻ്റെ പ്രത്യേകതകൾ എല്ലാം നോക്കി പഠിക്കാനും ഒക്കെ പറ്റില്ല. ആസ്വദിക്കുന്നതിനോടൊപ്പം പഠനവും നടക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ട ഗിയേഴ്സ് മേടിക്കും. നമ്മുടെ പ്രൊഫഷണലി ഇപ്പം നല്ല മൈക്കുകൾ വേണം, അല്ലെങ്കിൽ അതെന്തായാലും ഇല്ലാതെ പറ്റില്ല. അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ട് ഇരിക്കണം. അപ്പോൾ അങ്ങനത്തെ മേടിക്കാറുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ ലിസണിങ്ങിന് ഇപ്പോൾ ഒരു ചെറിയ ബോസിൻ്റെ ഒരു കൊച്ച് സ്പീക്കേഴ്സ് ഉണ്ട്, അത് മതി. കാര്യം അതിൻ്റെ അത് ഞാൻ ആസ്വദിക്കാം. അത് എടുത്തുകൊണ്ട് എല്ലായിടത്തും പോവാം. ഡീറ്റെയിലിംഗ് ഉണ്ട്. ഭയങ്കര സ്പീക്കേഴ്സാണ്, വലിയ എക്സ്പെൻസീവ് അല്ല, ഇടത്തരം ഒരു സംഭവം. പക്ഷേ കാറിലും ഈ പറഞ്ഞ നല്ല ഇപ്പോൾ എല്ലാം വരുന്ന വണ്ടികൾക്കൊക്കെ അത്യാവശ്യം മാന്യമായ നല്ല സ്പീക്കേഴ്സും സിസ്റ്റം ആയിരിക്കും. അപ്പം ഞാൻ അതിൽ പിന്നെ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ കേട്ടാൽ ഈ പാട്ട് എങ്ങനെ ഇരിക്കും, അങ്ങനെ ഞാൻ ചിന്തിക്കും. കാരണം പലതിൽ നമ്മൾ കേൾക്കും. മനസ്സിലായി. അതായത് പല ഡിവൈസുകളാണ് ഇന്ന് എല്ലാവരും ഫോണിലല്ലേ കേൾക്കുന്നത്. അപ്പോൾ ഫോണിൽ എങ്ങനെ കേൾക്കുന്നത് ആദ്യം ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മളെ പാട്ട് മിക്സ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഫോണിൽ കേൾക്കുമ്പോൾ ആ ഫീല് കിട്ടുന്നുണ്ടോ? എന്നുവെച്ചാൽ അങ്ങനെയാണല്ലോ 90% ലിസണിങ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പിന്നെ കാറ് ഇങ്ങനെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരൊന്നും മ്യൂസിക് കേൾക്കുന്നത് ചിലപ്പം ഫോണിലും കാറിലും ആയിരിക്കും. സത്യം അല്ലേ? നമ്മൾ വഴിയിൽ കുടി കിടക്കുന്ന സമയത്ത് മ്യൂസിക്കാണ് ഏറ്റവും വലിയ ഒരു സപ്പോർട്ടിങ് എലിമെൻറ്റ്. ഫോൺ ആൻഡ് കാർസ് നല്ല എന്താ പറയണ്ട കേൾക്കാൻ സുഖമുള്ള ഗാഡ്ജറ്റ്സ് മേടിക്കാറുണ്ട്. യെസ്. ഇപ്പം നമ്മൾ ആളുകളുടെ ക്ഷമയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലേ, ഇപ്പോൾ എല്ലാ ഹിറ്റാവുന്ന എല്ലാ പാട്ടുകൾക്കും ഒരു ഹുക്ക് ഉണ്ടാവും. അതായത് ഇപ്പം അത് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ജഡ്ജ്മെന്റ് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പണ്ടത്തെക്കാളും 1-2 ഹുക്കൊക്കെ ഒരു പാട്ടിൽ വെക്കുന്ന ഒരു സീൻസ് ഉണ്ട്. ഇപ്പോൾ റീൽസിൽ ഹിറ്റ് ആവണം. അപ്പോൾ ആ ഒരു ആളുകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച്, അങ്ങനെ ഇപ്പൊ ഒരു മ്യൂസിഷ്യൻ അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ അല്ല, അതൊക്കെ ഓരോ കാലത്തിന്റെ ഇതായിട്ടുള്ള അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. ഇപ്പൊ എൻ്റെ അടുത്ത് 1 minute ഒരു സോങ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. കാരണം എനിക്ക് നടക്കില്ല. ഞാനപ്പോൾ അതൊക്കെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും 1 minute കഴിയും.
അപ്പോൾ എന്നെ കൊണ്ടത് സാധിക്കില്ല. അത് സാധിക്കുന്നെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം ഇപ്പം ആൾക്കാരുടെ അറ്റൻഷൻ സ്പാനും ഒക്കെ നമ്മളൊരു റീൽ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നതായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അതും മാത്രമല്ലെന്നേ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തിരിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ ഓഡിയോ ലിസണിങ് ഉള്ള സമയമാണ് ഇപ്പോൾ. അതായത് സ്പോട്ടിഫൈ മുതൽ ഐറ്റ്യൂൺസ് മുതൽ ഒത്തിരി പ്ലാറ്റ്ഫോംസിൽ ആൾക്കാർ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവായിട്ടും പാട്ടുകൾ ഇപ്പം കേൾക്കുന്നുണ്ട്. രണ്ടും ഉണ്ട്. നമുക്കങ്ങനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ആക്ച്വലി റീലിൽ നിന്ന് നേരെ കണ്ടിഷ്ടപ്പെട്ടാൽ ആൾക്കാർ നേരെ പോയി മറ്റേതിൽ കേൾക്കും. അപ്പോൾ ദാറ്റ്സ് ഗുഡ് ലിസണിങ് അല്ലേ. വലിയ ഫുൾ പാട്ട് വൃത്തിയായിട്ട് ഇരുന്ന് കേൾക്കുകയാണ്. ചിലപ്പോൾ പാരലലി വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ രണ്ടും ഉണ്ട്. പക്ഷേ അറ്റൻഷൻ സ്പാൻ ഈ റീൽസിൻ്റെ കേസിൽ നമ്മൾ ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. പെട്ടെന്നുള്ള അത് നമ്മളെ കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യും. പക്ഷെ അതൊക്കെ എല്ലാം കാലത്തിൻ്റെ മാറ്റമായിട്ടും ഇനിയും മുന്നോട്ട് ആൾക്കാർ കറങ്ങി പഴയതിലേക്ക് തന്നെ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട് അല്ലേ. എല്ലാം മടുക്കും മനുഷ്യന്. മൊണോട്ടണി ഈസ് ആൻ ഇഷ്യൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ ഇച്ചിരി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇതിലേക്ക് പോകും. തിരിച്ച് പിന്നെയും വരും. ഓരോ സൈക്കിളാണ്, മാറി മാറി വരും. ഈ പർപ്പസ്ഫുൾ ഹുക്സിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ഹുക്ക് ചെയ്യാൻ വേണ്ടി ഹുക്സ് ഉണ്ടാക്കുമ്പോൾ അതൊരു ഫാസ്റ്റ് ഫുഡ് ഫോർമാറ്റിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ദഹനക്കേടുണ്ടാവും കുറച്ച്. പക്ഷേ സംഭവം പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് തോന്നും. പക്ഷേ ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ ലോങ്. ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചേട്ടൻ ഗംഭീരമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ്റെ കൊളാബറേഷൻസ് നടക്കുന്നത്? അത് എന്ത് തരത്തിലാണ് കൊളാബറേഷൻസ് അത് നോക്കി കാണുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കൊളാബറേഷൻസ് ഫോഴ്സ്ഡ് ആവുകയേ ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യത്തെ. അതായത് ആദ്യമേ മനസ്സിൽ ഇന്നൊരു പ്ലാൻ ഇട്ടിട്ട് പാട്ടുണ്ടാക്കാൻ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പാട്ടുണ്ടായിട്ട് പ്ലാൻ ഇടുക. അത് ചിലപ്പോൾ ആ പാട്ട് ആവശ്യപ്പെടുന്നത് വേറൊരാൾ ഇന്ന ആളായിരിക്കണം ഗിറ്റാർ വായിക്കുന്നത്, അല്ലെങ്കിൽ അപ്പം നമുക്ക് തെളിഞ്ഞു വരും പ്രോസസ്സിൽ. പക്ഷെ ഞാൻ പാട്ടുണ്ടാക്കുമ്പോൾ പാട്ടിനാണ് പ്രയോറിറ്റി. അതിൻ്റെ കോർ കണ്ടന്റിനാണ് പ്രയോറിറ്റി. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പാട്ട് ഒന്ന് അതിൻ്റെ ഒരു അടുത്ത ലെവൽസിലോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി അതിൽ വന്നാൽ നന്നായി. എനിക്ക് ഏറ്റവും ആദ്യം ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു പേര് റെക്സ് വിജയൻ എന്നുള്ള പേരാണ്. എനിക്ക് ഓർമ്മ വന്നത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ ചേട്ടൻ അവിടെ നിൽക്കട്ടെ, ചന്ദ്രശേഖരൻ ചേട്ടനിലേക്ക് വരണം. പക്ഷെ നിങ്ങളെല്ലാവരും തമ്മിലുള്ള ഈ കമ്പനി, അതായത് അവിയൽ ആസ് എ വോൾ ബാൻഡ്, ചേട്ടന് അതായത് അവിയൽ എന്താ പറഞ്ഞ പുറത്തുനിന്ന് എനിക്ക് തോന്നുന്നത് അവിയൽ ബാൻഡിന്റെ എല്ലാത്ത രണ്ട് മെമ്പേഴ്സിനെ അവർ ഫീച്ചർ ചെയ്തിരിക്കുന്ന ഒന്ന് ചേട്ടനെ ഒന്ന് നെഹയാണ് അല്ലേ? എന്റെ ഓർമ്മയിൽ അതാണ്. അത് ഞങ്ങളൊക്കെ വർഷങ്ങൾ കൂട്ടുകാരല്ലേ ചേട്ടനും. അപ്പോൾ അതിനകത്ത് അവരെല്ലാവരും തന്നെ പ്രക്ഷേപണമായാലും എല്ലാവരും ഇപ്പം മിഥുനായാലും ഇവരൊക്കെ നമ്മളൊരു ഫ്രണ്ട്സ് ആണല്ലോ വർഷങ്ങളായിട്ടുള്ള. അപ്പോൾ പിന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ താളമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിയൽ വാസ് ഓൾറെഡി ദെയർ. അവരിറക്കി. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ആ പ്രോസസ്സിൻ്റെ സമയത്തൊക്കെ സ്റ്റുഡിയോയിലൊക്കെ കറങ്ങി നടക്കുമായിരുന്നു അവിടെ മിക്സിൻ്റെ സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ താളം പാരലിൽ നടക്കുന്ന സമയം റെക്സാറിനാണ് അത് മിക്സ് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ഇൻസ്പയറിങ് ഫാക്ടേഴ്സ് അവർ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉണ്ട്. പിന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും അവർക്കും. ഇപ്പോൾ റെക്സാറിനായാലും പറയും, ഇപ്പം നമ്മളിടുന്നൊരു അറ്റംപ്റ്റിനോടുള്ള പുള്ളിക്കും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മ്യൂച്വൽ സംഭവമാണ്. പിന്നെ പുള്ളി അതിൻ്റെ ഭാഗമാണ്. എൻ്റെ എല്ലാ പ്രോജക്ട്സിലും പുള്ളി ഒന്ന് ഏതെങ്കിലും വിധത്തിൽ ഭാഗമാകാറുണ്ട്. അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ കെമിസ്ട്രിയാണ്. നമ്മൾ അത് ഈ അടുത്ത പുതിയ പ്രോജക്റ്റ് എൻ്റെ ഒരു ജോബ് കുര്യൻസ് 10 എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലും ചേട്ടൻ എന്തായാലും പുള്ളിയും ഭാഗമാകാതെ ഒരു പ്രോജക്റ്റ് ഇല്ല. അപ്പോൾ ചേട്ടൻ ഇതിനു മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊരു സഹോദരൻ മെന്ററും കൂടെയാണ് പുള്ളി. എനിക്കൊരു ബ്രദർ പ്ലസ് ഒരു മെന്ററും കൂടെയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ പണ്ട് ഈ കവേഴ്സിലോട്ടൊക്കെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ എളുപ്പപ്പണിയാണ്. ഒറിജിനൽസ് പാട്ടുണ്ടാക്കുന്നത് ഭയങ്കര കുറേ സമയം എഫേർട്ട്. അപ്പോൾ മറ്റേത് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് വായിച്ചിരുന്നു പണ്ട്. ഞാൻ കവർ ചെയ്ത് പാട്ടുകൾ ചെയ്ത് റെക്സാറിനൊക്കെ വായിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഒരു ഷോയ്ക്ക് ഇതുപോലെ ഭയങ്കര രസമാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾക്ക് ഒരു ഹൈ കിട്ടുന്നു, പൈസ കിട്ടുന്നു, അടുത്ത ഷോ അടിക്കുന്നു, ഭയങ്കര. അപ്പോഴേക്കും പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് റൂമിൽ വന്ന് പറഞ്ഞാൽ, ഈ പരിപാടിക്കാണെങ്കിൽ ഇനി ഞാൻ വരില്ല. ജോബിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും ഇങ്ങനെ ഒതുങ്ങി തീരേണ്ട ആളല്ല. സ്വന്തമായിട്ട് പാട്ടുകൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് പുള്ളിയാണ്. കാരണം നമ്മൾ ഈസി വെയിലായല്ലോ ഇത്രയും കാലം പോയിരുന്നതെന്നുള്ളൊരു അത് പുള്ളി തന്നെയാണ്. പുള്ളി ചിലപ്പോൾ പറഞ്ഞങ്ങ് പോയതായിരിക്കും, മറന്നു കാണും പുള്ളി അതൊക്കെ. പക്ഷെ പുള്ളി പറഞ്ഞതുകൊണ്ട് അത് എനിക്ക് ഒത്തിരി പ്രയോജനമായി. അപ്പോൾ ആ ഒരു തിരിച്ചറിവ്
പുള്ളി കൊണ്ട് തന്നത് തന്നെയാണ്. എന്തായാലും ചേട്ടൻ ഇന്നിപ്പോൾ അതുപോലെ നമുക്ക് പറയേണ്ടത് ഹരീഷ് ചേട്ടൻ്റെ ഒരു കാര്യം പറയുന്നത് പദയാത്ര. അതെ അതെ അതെ, അതൊക്കെ ഈ പറഞ്ഞ കണക്കാണ്. ഹരീഷ് അല്ലാതെ വേറെ ആരും എനിക്ക് തെളിഞ്ഞു വന്നേ ഇല്ല പാടുമ്പോഴേ. അപ്പം ഞാൻ പാടുന്നതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് അടുത്ത വരി പാടണം. അപ്പം ഞാൻ ഒരു വരി പാടി നെക്സ്റ്റ് ലെവൽ അതിന് ഇംപ്രൊവൈസ്ഡ് ആയിട്ടൊരു ഒരു അപ്ലിഫ്റ്റഡ് വേർഷൻ വേണം എനിക്ക് ആസ് എ കമ്പോസർ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ അങ്ങേര് മാത്രമേ തെളിഞ്ഞു വന്നുള്ളൂ. അപ്പം അങ്ങനെ പുള്ളിയെ വിളിച്ചത്. ഞാൻ പറയും വാടകയ്ക്ക് ഗുണ്ട ഇറക്കിയ പോലെ പുള്ളി വാടകയൊന്നും കൊടുത്തില്ല, പക്ഷെ പുള്ളി മേടിച്ചു. ലിറ്ററലി അത്രയൊരു സ്നേഹബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. അത് ഇപ്പോഴും വല്ലപ്പോഴൊക്കെ വിളിക്കും, എന്നാലും ആ സ്നേഹം അതേപോലെയാണ്. അല്ല അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അതായത് നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നും നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരു ചുറ്റുമുള്ളത് ഭയങ്കര ബ്ലെസ്സിങ് അല്ലേ? അയ്യോ അല്ല, അത് ശരിക്കും അതിനകത്തൊരു ജെന്യുവിനിറ്റി ഉണ്ട്. അത് എപ്പോഴും പറഞ്ഞു നടക്കണമെന്നില്ല. അത് ആ പുള്ളിക്കും സന്തോഷമാണ് നമ്മൾ ഓരോ നല്ല കാര്യം ചെയ്യുമ്പോൾ, നമുക്കും തിരിച്ചും അവർ ഓരോ നല്ലൊരു ഇനിഷ്യേറ്റീവ്സ് എടുക്കുമ്പോഴും എപ്പോഴും അങ്ങനെ വിളിച്ചറിയിക്കലോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ വി നോ ഇറ്റ്. ആ വാംത്ത് ഉറപ്പായിട്ടുണ്ട്. അത് ഞാനെപ്പോഴും പറയാം, റിലേഷൻസ് എന്ന് പറയുന്നത് നിർത്തിയിടത്ത് വെച്ച് തുടങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. ഇപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ, പക്ഷെ അപ്പം കാണുമ്പോൾ തന്നെ ആ പണ്ടത്തെ മൊമെൻറ്റിലോട്ട് അങ്ങ് എത്തുക എന്നുള്ള ഗ്ലൂ ആകുക എന്നുള്ളതാണ്. അപ്പം പുള്ളിയുടെ ഉറപ്പായിട്ട് എനിക്ക് ആ ഒരു, ഞാൻ ഇഷ്ടം എന്നാണ് വിളിക്കുന്നത്, ഇഷ്ടം സഹോദരൻ, ഭയങ്കര ഒരു ബന്ധമാണ്. നമ്മളെ ഇനിയിപ്പോൾ ചന്ദ്രശേഖരൻ ചേട്ടനോട് നിൽക്കട്ടെ, അതിൻ്റെ തൊട്ട് മുന്നേട്ട് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഇംപ്രവൈസേഷൻ്റെ കാര്യമാണ്. ചേട്ടൻ ഒരു വേദിയിൽ പോലും പാടിയ ഒരു പാട്ടും അതേപോലെ പാടി ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ചേട്ടൻ്റെ കോൺസേർട്ടുകൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ്, ചേട്ടാ കോൺസേർട്ട് കാണാൻ അമ്മ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ എനിക്ക് തിരിച്ച് മെസ്സേജ് അയക്കുകയാണ്, അമ്മയോട് അന്വേഷിച്ചു എന്ന് പറയണേ എന്ന്. അപ്പം ചേട്ടൻ ഈ പറഞ്ഞ പോലെ കോൺസേർട്ടിൽ വരുന്ന ഓരോ പാട്ടുകളും ഈ വ്യത്യസ്തത പുലർത്താറുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഇംപ്രവൈസേഷൻ? അല്ല, അത് ഇംപ്രവൈസേഷൻ സ്റ്റോക്കൊക്കെ കുറവാണ്. അല്ല, മ്യൂസിക്കലി ഞാൻ എന്തെങ്കിലുമൊക്കെ പുതുമ എനിക്ക് ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഇത് പാടിയത് അല്ലെങ്കിൽ ഇതിങ്ങനെ കേൾപ്പിക്കാം, എന്തെങ്കിലും ഒരു നമ്മളെ തന്നെ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നല്ലതാണ്. പിന്നെ ഞാൻ അത്രയ്ക്ക് ഒത്തിരി ഇംപ്രവൈസ് ചെയ്യാറില്ല ഓണസ്റ്റ്ലി. എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷെ പാട്ടിൻ്റെ ഫീലിന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഓരോ ദിവസം ഓരോ കണ്ടീഷനായിരിക്കും. ത്രോട്ടും പല ദിവസം പല ഷേപ്പിലായിരിക്കും. ചില ദിവസം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും പോകത്തില്ല, ഭയങ്കര സ്റ്റിഫായിരിക്കും. ചില ദിവസം ഇച്ചിരി കൂടെ എളുപ്പം പോകും. അപ്പോൾ ഇച്ചിരി കൂടെ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ പാടും. അത് ഓരോ ദിവസം ചിലപ്പോൾ തുടങ്ങുമ്പോൾ റെഡ് ഫ്ലാഗ് കിട്ടും, അയ്യോ ഇന്ന് ഇത്രയ്ക്ക് ഒന്നും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഉദ്ദേശിച്ച ഫീൽ കൊണ്ടുവരാൻ. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്, ഓഡിയൻസാണ് നമ്മുടെ പ്രയോറിറ്റി, അവർ ഹാപ്പി ആകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ പെട്ടെന്ന് ഒരു ഡൗൺ ആവുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ കേൾക്കാൻ വന്നിരിക്കുന്നവർ സന്തോഷിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചേട്ടനൊരു അർജന്റീന ഫാനാണ്, ഒരു മെസ്സി ഫാനാണ്. ഒരു ദിവസം നമ്മളുടെ, അതായത് ഒരു ഫെസ്റ്റിവലിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊഡക്ഷൻ, അതായത് ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പം എല്ലാവരും കൂടി കളി കാണാനിരിക്കുമ്പോഴത്തേക്കും ചേട്ടൻ മെസ്സിയുടെ തകർപ്പങ്ങൾ എൻ്റെ ചേട്ടന് മറ്റേ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, എങ്കിൽ ശബ്ദം കളയാനും പറ്റില്ല. അങ്ങനെ ഒരു ജോബ് കുര്യൻ ഉണ്ട്. അപ്പൊ ആദ്യം മെസ്സി അർജന്റീന ഫാനായിട്ടുള്ള ജോബ് കുര്യനെ പറ്റി പറയൂ, എന്നിട്ട് നമുക്ക് ശബ്ദത്തിന്റെ കാര്യത്തിലേക്ക് കടക്കാം. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഗെയിമും. അർജന്റീന പണ്ട് പോലെ ഇപ്പോൾ മാരഡോണയുടെ കാലം പോലെ ഒരു അർജന്റീനയോടൊരു ഇഷ്ടം. ബ്രസീൽ എല്ലാ ഉറപ്പായിട്ടും ഫുട്ബോൾ ഇസ് എ ബ്യൂട്ടിഫുൾ ഗെയിം. അപ്പോൾ അത് നന്നായിട്ട് കളിക്കുന്ന എല്ലാ ഇതിനോടും ഇഷ്ടമാണ്. എന്നാൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. അവരുടെ ഒരു പാസിങ്ങിൻ്റെ ഒരു ഭയങ്കര ആർട്ടിസ്ട്രി ഉണ്ടെന്ന് എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഭയങ്കര ആർട്ട്, എവിടെയൊക്കെയോ മ്യൂസിക് ഉണ്ടെന്ന് തോന്നുന്നു ഇവർ പാസ് ചെയ്യുന്ന താളവും. അത് ഉറപ്പായിട്ടും നാച്ചുറലായിട്ട് ഇപ്പോൾ മെസ്സിയുടെ എനിക്ക് എനിക്കിഷ്ടമാണ് പുള്ളിയുടെ പരിപാടികളൊക്കെ. ഉറപ്പായിട്ടും ഞാനും ക്രിസ്ത്യാനോട് ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഒരു പടിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മെസ്സി തന്നെയാണ്. വെരി മച്ച് മ്യൂസിക്കൽ എന്ന് തോന്നും, മൂമെൻറ്റ്സും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോഴിപ്പം നമ്മളൊരു ഡൗണൊക്കെ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ആണല്ലോ, മൂഡ് സ്വിങ്സും ഒക്കെ വരുമ്പോൾ ഞാൻ അപ്പം തന്നെ മെസ്സിയുടെ വീഡിയോസ് ഇരുന്ന് കാണും. ഇയാൾ എങ്ങനെയാണ് ഇത് ചിന്തിച്ചിരിക്കുന്നത്, അയ്യോ ഒരു ബാർസലോണയുടെ പഴയ വീഡിയോസ്, അർജന്റീന എല്ലാം ഇരുന്ന് കാണും. ബട്ട് ഹീസ്
മൈ ഫേവറേറ്റ്. അന്ന് അവിടെ വെച്ചിട്ട് ഇപ്പൊ ചേട്ടൻ, അതായത് അവര് സ്കോർ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ അർജന്റീന സ്കോർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വിളിക്കണമെന്നുണ്ട്. അല്ല, അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ശബ്ദം എങ്ങനെയാണ് ഈ ഒതുക്കി നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ചെയ്യണം എന്നാണ്, സംസാരം കുറയ്ക്കണം എന്നാണ് പൊതുവെ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ നടക്കത്തില്ല. ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി വർത്തമാനം പറയുന്നതായത് നമ്മളല്ലാതായി പോവും. മിണ്ടായിരിക്കാനൊക്കെ നോക്കും. പിന്നെ കോൺസേർട്ടുമായിട്ട് അടുത്തൊക്കെ അല്പം സൂക്ഷിക്കാറുണ്ട്. ഫോൺ അധികം നേരം, ലെങ്തി കോൾസ് ഒഴിവാക്കും. പിന്നെ സ്ട്രെയിൻ ആകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എവിടെയെങ്കിലും ഒരു ഓൾറെഡി ഒരു കോൾഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് മുകളിൽ ഒത്തിരി സ്ട്രെയിൻ ചെയ്താൽ അത് കംപ്ലീറ്റ്ലി പോവും. അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്ക് പാട്ടുകാരുടെ ജീവിതത്തിലേക്കൊന്ന് വരും. ഇടയ്ക്ക് വോയിസ് പ്രശ്നമാകും, റെസ്റ്റ് എടുക്കേണ്ടി വരും. പറ്റുന്ന പോലെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സ്മോക്കിങ്ങോ വേറെ പരിപാടികളൊന്നും ഇല്ല. അത് വേറെ ഇതിനെ ബാധിക്കുന്നുള്ളതുകൊണ്ടൊരു പേടി കൊണ്ട് ഒന്നും ഇല്ലാത്തതാണ്. ചേട്ടാ, ഇപ്പോൾ നമ്മൾ ചന്ദ്രശേഖരൻ ചേട്ടൻ്റെ അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ അർജന്റീനയിലേക്ക് വന്നത്. തിരിച്ച് ചന്ദ്രശേഖരൻ ചേട്ടനിലേക്ക് പോകണം. മലയാളിയോട് ഏങ്കണ്ടിയൂർ ചന്ദ്രശേഖരൻ ഗംഭീര കവിയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അതായത് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആശയം അത് ചന്ദ്രശേഖരൻ ചേട്ടനിലേക്ക് പറയുന്നു, അത് കൃത്യമായിട്ട് പേപ്പറിലേക്ക് വരുന്നു. എങ്ങനെ അത് നിങ്ങളുടെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ചേട്ടന് ഞാൻ അവിയൽ നടനാട എഴുതിയ ചേട്ടനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് റെക്സേട്ടൻ വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട് കഴിഞ്ഞ് പിന്നൊരു എന്തോ ഒരു സ്നേഹബന്ധമാണ്. പുള്ളിയുടെ പാട്ട്, പുള്ളി വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്താ പറയണ്ടേ, പച്ച മനുഷ്യ സ്നേഹിയാണ് പുള്ളി. അപ്പോൾ പുള്ളിയോടൊരു വല്ലാത്തൊരു ഇഷ്ടം വ്യക്തിപരമായിട്ട് ഉണ്ട്, പുള്ളിക്കും തിരിച്ച്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി വർക്കായത്. നമ്മളൊരു പാട്ട് എഴുതാനിരിക്കുമ്പോൾ ഏറ്റവും വലിയ പുള്ളിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ ഈഗോ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. ഒട്ടും അപ്പം പുള്ളിക്കറിയാം നമ്മുടെ പാട്ടാണ്, നമുക്കൊരു കാഴ്ചപ്പാട് അതിലുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതുകൂടാതെ നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് വാക്കുകൾ എഴുതുകയൊക്കെ ചെയ്യും ഞാൻ. പോരാ, മലയാളമൊക്കെ വീക്കാണ്, എന്നാൽ പോലും ഒരു പാട്ടിൽ ഇന്ന വാക്കുകൾ വരണം, ചിലത് വരണം എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പം പുള്ളി അതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറയുന്ന വാക്കുകളൊക്കെ പുള്ളി അതിടാം, കുഴപ്പമില്ല. അപ്പം കാര്യം നമുക്കിത് ഭാഷയിൽ തുന്നിക്കെട്ടാൻ അറിയില്ല വൃത്തിയായിട്ട്, നല്ല ലാംഗ്വേജിൽ. പക്ഷെ എന്നാലും കുറേ വാക്കുകളൊക്കെ നല്ലതും ഒക്കെ ചിലപ്പോൾ ഒത്തുവരാറുണ്ട് എനിക്ക്. അപ്പോൾ പുള്ളി അതിനെ റിസീവ് ചെയ്തിട്ട് അത് നിർത്തിക്കൊണ്ട് തന്നെ പുള്ളി അതിൽ എഴുതി തരും. അത് പുള്ളിയുടെ എനിക്കൊന്ന് അത്രയും പുള്ളി ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ്. അത് പുള്ളിക്ക് എങ്ങനെയും ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ കണക്ക് എനിക്ക് വേണ്ടത് പുള്ളി നല്ല രീതിയിലാക്കി തുന്നിക്കെട്ടി അസാധ്യമായിട്ട് തിരിച്ചിങ്ങോട്ട് തരാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഭാവമാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഭാവത്തോടൊരു ചേട്ടൻ്റെ ഹിറ്റ്സ് ഒരുപാടുണ്ടെങ്കിലും എനിക്ക് ഭാവത്തോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. എൻ്റെ ഷെൽഫിൽ അത് മുകളിലിരിക്കുന്നത്. അപ്പോൾ ഭാവത്തിൻ്റെ ഒരു സൗണ്ട് സ്കേപ്പ് ഉണ്ട്. ഭാവത്തിൻ്റെ അകത്തൊരു വണ്ടി സൈഡിൽ കൂടി ചീറിപ്പായുന്നുണ്ട്, ഒരു ബുള്ളറ്റ് വരുന്നുണ്ട്, ഒരു സൈക്കിളിന്റെ മണി വരുന്നുണ്ട്, കോഴി കരയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പാട്ടിന്റെ സൗണ്ട് സ്കേപ്പ് തീരുമാനിക്കുന്നത് ചേട്ടാ? അല്ല, അത് ഇങ്ങനെ ഞാനൊരു കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു വിഷ്വൽ ഐഡിയ ഇങ്ങനെ വരും കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ അതിലുള്ള എലിമെൻറ്റ്സ് ഞാൻ ആംബിയൻസ് മ്യൂസിക്കിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ സീനിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെക്കുന്നതല്ല. മ്യൂസിക്കലാണല്ലോ, ഓരോ ശബ്ദവും അതിൻ്റെതായ ഒരു ബ്യൂട്ടി വരേണ്ടടുത്ത് വന്നാൽ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഒരു പാട്ടിൽ. അപ്പോൾ ആ ഭാവത്തിൽ അങ്ങനെ കുറേ, അതൊരു ട്രാവൽ വീഡിയോ കണ്ടാണ്, അതൊരു യാത്രയ്ക്കുള്ള പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ കോണ്ടന്റും അറിയാമല്ലോ, അതിൻ്റെ ഒരു ഞാനെന്ന ഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്വൽ മനസ്സിൽ വരുന്ന പോലെ കുറേ സാധനങ്ങൾ ഇട്ടാണ് ഞാൻ പാട്ട് ചെയ്തു പോവുക. അപ്പോൾ അതെങ്ങനെയും പിന്നെ വിഷ്വലിൽ കൊണ്ടുവരികയും ചെയ്യും. എനിക്ക് അങ്ങനെ രണ്ട് തരത്തിലുള്ള ട്രാവൽ ഉണ്ടെന്ന്. അതായത് ഒന്ന് നമ്മളിലേക്ക് തന്നെയുള്ള ട്രാവൽ, നമ്മളിലേക്കുള്ള ട്രാവലാണ് എൻ്റെ കോർ കണ്ടന്റ്, അല്ലാതെ നടക്കുന്ന റോട്ടിലൂടെയുള്ള യാത്രയും. അപ്പം അതുകൊണ്ടാണ് ബൈക്കും അതിനകത്ത് വണ്ടിയും എല്ലാം വരും. എനിക്കിങ്ങനെ ആംബിയൻസ്. നിതിൻ ഷോനെ എന്ന് പറഞ്ഞൊരു മ്യൂസിഷ്യനാണ്, നിതിൻ ഷോനെ, UK ബേസ്ഡ്, ഇന്ത്യനാണ്. അപ്പോൾ അയാളുടെ ഒത്തിരി പാട്ടുകൾ കേട്ടാണ് എൻ്റെ കോളേജ് അത് കഴിഞ്ഞിട്ടുള്ള കുറേ കാലമൊക്കെ. അപ്പം പുള്ളി ആംബിയൻസ് മ്യൂസിക്കിൻ്റെ ഭാഗമാക്കുന്നൊരു ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഇൻസ്പിറേഷനിലാണ് അത് എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ഭയങ്കര പഠനമായത്. പുള്ളി അത് അങ്ങനെ ഉപയോഗിക്കും. എന്ത് രസമെന്നറിയാം, ചിലതിലിങ്ങനെ ബ്രൂം ചൂല് പാട്ടിൻ്റെ ഇടയ്ക്കായിരിക്കും അത് വരുന്നത്, തൂക്കുന്നതും
അങ്ങനെ പല 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 സൗണ്ട് സ്കേപ്സ് പുള്ളി ഇങ്ങനെ കൊണ്ടുവരും മ്യൂസിക്കിൻ്റെ അത്. അതൊരു വേറെ കഥ പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരു പാട്ടിൻ്റെ അകത്തുള്ള ശബ്ദങ്ങൾ വേറെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആസ്പെക്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ കണ്ടിരിക്കുന്ന രീതി വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദയാത്രയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആംബിയൻ നോയ്സ് ഇല്ലെങ്കിലേ പാട്ടില്ല. അതെ, ഭയങ്കരമായിട്ട് അതിനൊക്കെ അപ്ലിഫ്റ്റ് ചെയ്തതാണ് ആംബിയൻസ്. അയ്യോ, നമ്മളാ സ്ഥലത്തിന്റെ ഫീല്. അല്ല, ഉറപ്പായിട്ട് എനിക്കത് നിർബന്ധമാണ്. നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് ആ മൂഡ് സെറ്റ് ചെയ്യത്തില്ല നമ്മൾ. ശരിക്കും ഒരു ആംബിയൻസ് ഉണ്ടെങ്കിലേ എനിക്ക് ആ പാട്ട് പൂർണ്ണമാവുള്ളൂ. എസ്പെഷ്യലി അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന കുറേ കാര്യങ്ങൾ പാട്ടിലും ശബ്ദത്തിലും കൊണ്ടുവരാൻ തോന്നും. ഞാനൊരു ഫാനിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഇൻഡിപെൻഡൻറ്റ് പാട്ടുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സിനിമാ പാട്ടുകളും ചേട്ടൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമാ പാട്ടുകളിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ? അത് പർപ്പസ്ഫുള്ളി സംഭവിക്കുന്നതല്ല, അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പാടുന്നതാണ് അല്ലേ? കമ്പോസിംഗ് ഉണ്ട്. കമ്പോസ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് ഞാൻ ആ ഒരു പ്രഷറൊന്നും എനിക്ക് പറ്റൂലെന്ന് തോന്നുന്നു. ഞാൻ ചിലപ്പോൾ ലോലഹൃദയനാണ്. നമുക്ക് ഒരു ടൈംലി ആയിട്ട് ഡെലിവറി ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. ചിലപ്പം അത്രയും പേരുടെ ഒരു ഡ്രീമല്ലേ സിനിമ എന്ന്. ഒത്തിരി പേര് അതിൻ്റെ അകത്തുള്ളത്. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡെഡ്ലൈൻസ് ഒക്കെ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ എനിക്ക് ഇച്ചിരി ഭയങ്കര വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വല്ലാത്ത പ്രഷറൈസ്ഡ് ആയി പോകും. സോ അതുകൊണ്ട് തന്നെ ഞാനങ്ങ് കുറച്ച് നമ്മൾ അത്രയും മനസ്സിലാക്കുന്ന ക്രിയേറ്റേഴ്സ് വരുമ്പോഴേക്കും ഐ മൈറ്റ് വർക്ക്. ഇപ്പോൾ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സജഷൻസൊക്കെ ഇങ്ങനെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഞാൻ ആദ്യമേ പറയും, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് എനിക്കില്ല, ആലോചിച്ചിട്ട് വന്നാൽ മതി. സമയം മാത്രമല്ല, ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം രാവിലെ വരുന്ന ഒരു പരിപാടിയല്ലല്ലോ. എനിക്കങ്ങനെ വരത്തില്ല. പാട്ടിപ്പോൾ ഇന്ന് രാവിലെ കമ്പോസിങ്ങിന് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പാട്ട് വരണമെന്ന് ഇല്ല. സിനിമയിൽ പാടുന്നത് പിന്നെ ഒത്തു വരണമല്ലോ, കുറേ കാര്യങ്ങളുണ്ട്. പാട്ട് ഈ പറഞ്ഞ നമുക്ക് ശബ്ദം ചേരണം, ഒന്ന് അവരുടെ റിക്വയർമെൻറ്റും നമ്മളുടെ എബിലിറ്റിയായിട്ട് മാച്ച് ആവണം, 3 എനിക്കിഷ്ടപ്പെടണം. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ സിനിമയിൽ. കാര്യം അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക്കലി അംഗീകരിക്കാൻ പറ്റണം. ചിലപ്പം എല്ലാ ഹോൾ പാട്ട് ചിലപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നാലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ ഫീലുമായിട്ട്, എന്നാലും നമുക്ക് അവരുടെ അടുത്തും ന്യായമായിട്ട് ഔട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫേക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പാടി വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അവരോടും നമുക്കൊരു ഒരു സിൻസിയറിറ്റി ഇല്ലേ അവരോട് ചെയ്യുമ്പോൾ. അപ്പോൾ അതും എല്ലാം നോക്കാറുണ്ട് ഞാൻ. അപ്പോൾ എണ്ണം കുറയും, സ്വാഭാവികമായിട്ടും ഞാൻ പാട്ടുകളുടെ അളവ് കുറയും. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ചെയ്യുന്ന പാട്ടുകൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അത് ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് ഈ ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ എനിക്ക് ആപ്റ്റായിട്ടുള്ള പാട്ടായിരിക്കും വരുന്നത്. പാടിയ നന്നാവുന്ന, എൻ്റെ പരിമിതിക്ക് അകത്തുനിന്ന് ഏറ്റവും നന്നായി ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പാട്ടായിരിക്കും എന്നിലേക്ക് വരുന്നത്. അത് അറിഞ്ഞ് വിളിക്കുന്നവരാണ്, അവരോടാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡൽ ആസ്പെക്റ്റ് ഉള്ളത്. എൻ്റെ ക്ഷമയോടെ റെക്കോർഡ് ചെയ്യണം. കുറച്ച് ദിവസം ചിലപ്പോൾ പോയെന്നിരിക്കും. പക്ഷെ അത് ഒരു വലിയ ക്രെഡിറ്റ് ഒന്നുമല്ല, ഒരു പരിമിതി തന്നെയാണ്. ചേട്ടാ, നമുക്ക് ജോബ് കുര്യൻ സ്റ്റെൻഡിലേക്ക് ഒന്ന് വന്ന് നമുക്ക് പതുക്കെ നമ്മുടെ സംസാരം ചെറിയ പോസ് ഇടാം. പക്ഷെ നമ്മൾ ഇനിയും ഇരിക്കും, ക്യാമറയ്ക്ക് പുറത്തും ഇരിക്കാമല്ലോ. അതെ. അപ്പോൾ എന്താണ് ജോബ് കുര്യൻ സ്റ്റെൻ? ജോബ് കുര്യൻ സ്റ്റെൻ എന്ന് പറഞ്ഞാൽ 10 പാട്ട്, എൻ്റെ 10 എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 10 ചാപ്റ്റേഴ്സ് ഓഫ് മൈ ലൈഫ് എന്നാണ് എൻ്റെ ടോക്ക്. അതിൻ്റെ ഒരു ഇത് കൊടുത്തിരിക്കുന്നു, ടാഗ് ലൈൻ 10 ഇമോഷൻസ്. അപ്പോൾ 10 പോലെ ഇരിക്കും എന്നുള്ളൊരു കാര്യം. നമ്മളൊരു മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ കയറി പോകുമല്ലോ തലക്കൂടെ. അപ്പോൾ അതിൽ 10 എണ്ണം എന്നുള്ളതാണ് അതിൻ്റെ 10 എന്നാണ്. ഞാൻ കുറേ പേരുകൾ ഇങ്ങനെ അന്വേഷിച്ചേ. അപ്പോൾ അവസാനം ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് 10 പാട്ട് 10 എണ്ണം ഇടാം. അങ്ങനെയാണ് 10 വന്നത്. എന്നത്തേക്ക് നമുക്ക് ആദ്യത്തെ പാട്ട്? ഞാൻ ഇതൊരു ഒരുമിച്ചിറക്കുന്ന ഒരു പരിപാടിയായിട്ടായിരിക്കുന്നത്. അത് 10 പാട്ടിൻ്റെ ഒരു ലൈക്ക് അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങും അതിൻ്റെ ഒരു BTSഉം എന്നിട്ട് പാട്ടിലേക്ക് പോയി അങ്ങനെ ഒരു സ്റ്റുഡിയോ ജാമിങ് ഇതിലാണ്. അപ്പോൾ ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരും ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ പതുക്കെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടുകയാണ്. ഞാൻ ആലോചിക്കായിരുന്നു ഇനിയും എന്തോരം ചോദിക്കാൻ കിടക്കുന്നു, എന്തോരം സംസാരിക്കാൻ കിടക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഇട്ട് നമുക്ക് ഉറപ്പായിട്ടും പിന്നീട് ഒരിക്കലും വീണ്ടും ഇരിക്കാം. എന്തായാലും എനിക്ക് ചേട്ടനോട് പറയാനുള്ള നന്ദി വേറൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ ഒരു വരി തന്നെ എനിക്ക് പറയണമെന്ന്, അതായത്
വമ്പന്മാർ നമ്മളിലുണ്ടേ വമ്പത്തരമേറെ കണ്ടേ അവരെ കണ്ട് ഊറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം. ഇത്രയും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സേതു, വളരെ സന്തോഷം കേട്ടോ. ഞാൻ ആക്ച്വലി ന്യൂ ഇയറിൽ ആദ്യമായിട്ട് വരുന്നൊരു കോൺവെർസേഷനാണ് ഈ വർഷം 2026. താങ്കൾക്കും താങ്കളുടെ ടീമിനും അടിപൊളിയാവട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് 2026 പൊളിക്കാം.